കോളേജ് പ്രൊഫസറെ സ്നേഹിച്ച തൂപ്പുകാരി. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കോളേജിലെ ലഞ്ച് ബ്രേക്ക്. ഭക്ഷണം കഴിച്ച് കുട്ടികളെ ക്യാമ്പസിലെ മാവിൻ ചോട്ടിലും തറയിലും സീറ്റിലും ഒക്കെ ഇരിക്കുന്നു. മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ മാവിലൊക്കെ പഴുത്ത മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. വീഴുമ്പോൾ മാത്രം എടുക്കാനാണ് നിർദ്ദേശം. കല്ലെറിഞ്ഞും മറ്റും പറിക്കുന്ന പ്രിൻസിപ്പൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. എങ്കിലും ചില ബിരുദന്മാർ പ്രിൻസിപ്പൽ കാണാതെ മരത്തിൽ വലിഞ്ഞു കയറി പറിച്ച് അവിടെ നിന്ന് തിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങും. മാവിൻ ചോട്ടിൽ ജിൻസി കൂട്ടുകാർക്കിടയിൽ ഇരുന്ന് സംസാരിക്കവേ അതിലൂടെ നടന്നു പോകുന്ന അജിയെ കണ്ടപ്പോൾ പഴുത്ത ചുവന്നൊരു മാങ്ങയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എടാ അജി, ദേ ആ മാങ്ങ പറിച്ചേടാ, കണ്ടിട്ട് കൊതിയാവുന്നു. എടി, ഞാൻ മുണ്ടെടുത്തിട്ട് കാണുന്നില്ലേ? അവനൊരു വഷളം ചിരിച്ചല്ലാതെ വേറൊന്നും മിണ്ടിയില്ല. അജിയിൽ നിന്ന് ഉത്തരവൊന്നും ലഭിക്കാതപ്പോൾ ജിൻസി കൂട്ടുകാരോട് ചോദിച്ചു, എന്താണ് ഈ മുണ്ടെടുത്ത് മരത്തി കയറിയ കുഴപ്പം? അതോ, ഇപ്പൊ നീ പഴുത്ത മാങ്ങ എത്രയാ കണ്ട്? ഒരെണ്ണം. ജിൻസി നിഷ്കളങ്കമായ ഉത്തരം പറഞ്ഞു. ആ മുണ്ടെടുത്ത് അവൻ മരത്തുമേൽ കയറിയാലേ നീ കുറെ കൂടി പഴുത്ത മാങ്ങകൾ കാണും. അതൊക്കെ പറിച്ചിരുന്നെന്ന് പറഞ്ഞാലേ അവന് ബുദ്ധിമുട്ടാവും മോളെ. അതെങ്ങനെ? അത് കേട്ട് കൂട്ടുകാരികൾ പരസ്പരം നോക്കി വായപൊത്തി ചിരിച്ചു. അവരെന്തിനാണ് ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ചെറിയൊരു കുഞ്ഞു കാറ്റടിച്ചു. അതിൽ ആ മാമ്പഴം താഴെ വീണു. ജെൻസ് ഓടിച്ചെന്ന് എടുത്തു. കുട്ടികളെ, ഇവിടുന്ന് ഒന്ന് മാറിയിരിക്കാമോ? ഞാൻ ഈ ചപ്പു ചാവറുകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ. കോളേജിലെ തൂപ്പുകാരി റോസമ്മയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ കോളേജിലെ ക്ലാസ് റൂമുകളും വരാന്തകളും പിന്നെ പരിസരങ്ങളും അടിച്ച് തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കും. 19 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറുക. കുട്ടികളൊക്കെ മാവിൻ ചോട്ടിൽ നിന്ന് പോയപ്പോൾ ചപ്പുചാവറുകൾ തൂത്തുവാരിയായിരുന്ന റോസമ്മ പെട്ടെന്ന് അവിടെ തളർന്നു വീണു. ദേ ഡി, റോസമ്മ ചേച്ചി വീണു. അയ്യോ, എന്തു പറ്റിയതാ? അത് കണ്ടിരുന്ന സ്റ്റുഡൻസ് ഒക്കെ അവരുടെ അടുത്തേക്ക് ഓടി. തളർന്നു വീണ റോസമ്മയെ ഒരു കുട്ടി താങ്ങി എഴുന്നേൽപ്പിച്ച് മാവിൻ ചോട്ടിലെ തറയിലിരുത്തി. ചില കുട്ടികൾ പ്രിൻസിപ്പളിനെ വിവരം അറിയിച്ചു. പ്രിൻസിപ്പൾ മദർ മാർഗരറ്റ് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. എന്തു പറ്റി റോസമ്മ? പെട്ടെന്നൊരു തളർച്ച, വീണുപോയി. വീഴ്ചയിൽ എൻ്റെ ഈ കയ്യിന് വേദനയുണ്ട്. റോസമ്മ തന്നെ വേദനിക്കുന്ന കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. വണ്ടി വിളിച്ചിട്ടുണ്ട്, എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാം. കുറച്ച് കുട്ടികളും മദറും കൂടി റോസമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡ്യൂട്ടി ഡോക്ടർ അവരെ പരിശോധിച്ചു. കൈ കൂടെ തെറ്റിയിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു. ലാബ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഷുഗർ 400 ഉണ്ട്. ഇവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞങ്ങളുടെ കോളേജിലെ സീപ്പർ സെർവൻ്റ് ആണ്. എക്സ്റേയിൽ കൈക്ക് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്, ബാൻഡേജ് ചെയ്യണം. ഒരു കുറച്ച് ദിവസം ലീവ് നൽകും. ഫ്രാക്ചറുള്ള കൈ കൊണ്ട് ചൂല് പിടിക്കാൻ ഇപ്പോഴേ പറ്റില്ല. ഷുഗർ ഓവറാണല്ലോ, കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്ത് ഫുഡും ഡയറ്റ് ചെയ്യട്ടെ. മരുന്നും കഴിക്കണം, അത്രയ്ക്ക് വീക്കാണ് ബോഡി കണ്ടീഷൻ. ശരി ഡോക്ടർ, അങ്ങനെ ചെയ്യാം. എന്തായാലും റോസമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നമുക്ക് കോളേജിലേക്ക് എല്ലാം അല്ലേ? കുട്ടികൾക്കും അത് സമ്മതം. എമ്മൻ്റെ അടുത്ത് കഴിഞ്ഞു. ഇന്ന് രാവിലെ യൂണിവേഴ്സിറ്റിയിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ജെന്നിഫർ. ഗേറ്റ് തുറന്നപ്പോൾ തന്റെ വീണ്ടും വരാന്തയിൽ അമ്മച്ചിയുടെ കോളേജ് പ്രിൻസിപ്പൽ മാർഗരറ്റ് മദറിനെയും കുട്ടികളെയും കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് കാളി. അവൾ വേഗം വീട്ടിലേക്ക് ഓടി. വാതിൽക്ക് നിൽക്കുന്ന മദറിനെ നോക്കി അവൾ ചോദിച്ചു, എന്താ വേണം? അമ്മച്ചിക്ക് എന്ത് പറ്റി? ആ ജെന്നിഫർ, റോസമ്മ കോളേജിൽ വെച്ച് ജോലിക്കിടെ ചെറിയ തലയിറക്കം വീണപ്പോൾ കൈക്ക് ചെറിയ പരിക്കുണ്ട്. ഞങ്ങളൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അല്പം ഷുഗർ കൂടിയിട്ടുണ്ട്, റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സമയാസമയം മോൾ അതൊക്കെ നോക്കി നൽകണേ. ഞങ്ങൾ പൊക്കോട്ടെ. ജെന്നിഫർ എമ്മയുടെ റാങ്ക് ഹോൾഡർ ആണല്ലേ? അതെ മേഡം. നന്നായി. ജെന്നിഫറെ ഞാൻ വിളിക്കുന്നുണ്ട്. അമ്മച്ചിക്ക് വീട്ടിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. പരിചരണത്തിന് നീയുണ്ടല്ലോ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പ്രിൻസിപ്പൽ സ്റ്റുഡൻസിനെ കൂട്ടി വന്ന വണ്ടിയിൽ തിരിച്ചുപോയി. ജെന്നിഫർ വേഗം ബെഡ്റൂമിലേക്ക് ചെന്നു. അമ്മച്ചി. കൈക്ക് ബാൻഡേജ് ഇട്ട് കിടക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. രാത്രിയിലല്ലാതെ പകൽ നേരത്തെ അമ്മയെ ആ ബെഡിൽ അവൾ കണ്ടിട്ടില്ലെന്ന് വരെ. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനെ കണ്ടിട്ടില്ല. അമ്മച്ചി അസുഖമായി കിടക്കുന്നതും കണ്ടിട്ടില്ല. എന്ന് അവൾ ഉണരുന്നതിന് മുമ്പുണ്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് കോളേജിലെ തൂപ്പ് ജോലിക്ക് പോകുന്ന ഊർജ്ജസ്വലയായ അമ്മച്ചിയായിരുന്നു അവൾ ഇന്നുവരെ കണ്ടത്. തളർന്നുള്ള അവരുടെ കിടത്തവളിൽ വല്ലാത്തൊരു ഭയവും അരക്ഷിതബോധവും ജനിപ്പിച്ചു. അമ്മയും പോയാൽ തനിക്ക് പിന്നെ ആരുണ്ട്? അവളുടെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു. മോള് വിഷമിക്കണ്ട, ഇത് പെട്ടെന്ന് സുഖാവും. ജെന്നിഫറിനെ നോക്കി റോസമ്മ പറഞ്ഞു. അമ്മച്ചി കൃത്യമായി മരുന്നും ഭക്ഷണവും നൽകി ജെന്നിഫർ പരിചരിച്ചു. താൻ ജോലിക്ക് പോവാതെ കോളേജും പരിസരവും വൃത്തിയാടാവുമെന്ന് ആലോചിച്ചപ്പോൾ റോസമ്മയ്ക്ക് വീട്ടിൽ ഇരിക്കപ്പൊരുതി ഇല്ലാതായി. പെട്ടെന്ന് തന്നെ തന്റെ അസുഖം ഭേദമായില്ലെങ്കിൽ തന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അവരുടെ ഭയം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സംശയിച്ച പോലെ പ്രിൻസിപ്പളുടെ കോൾ വന്നു. റോസമ്മ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. നമ്മുടെ കോളേജിന്റെ ക്ലാസ് റൂമുകളും പരിസരമാകെ ചപ്പുചാറുകളും വൃത്തിയേടായിരിക്കുന്നു. റോസമ്മ, നിങ്ങളുടെ ഷുഗറിന്റെ അസുഖത്തിന് ഭേദം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പക്ഷെ ഒടിഞ്ഞ കൈ കൊണ്ട് പ്ലാസ്റ്റർ എടുക്കാൻ ജോലി ചെയ്യാൻ സാധിക്കില്ല. എല്ലാം ഭേദമാവട്ടെ. തൽക്കാലത്തേക്ക് കോളേജിലെ തൂപ്പ് ജോലിക്കായിട്ട് ഞാനൊരു സെർവന്റിനെ വെക്കുകയാണ് കേട്ടോ. അത് കേട്ട് റോസമ്മ ഞെട്ടിപ്പോയി. ഇനി 1 മാസത്തോളം ലീവ് എടുത്താൽ ജോലി നഷ്ടപ്പെടുമല്ലോ. അവർക്ക് അതോർത്ത് സങ്കടം സഹിക്കാൻ വയ്യാതായി. അമ്മച്ചിയുടെ ഫോൺ റിംഗ് ആവുന്നുണ്ടായിരുന്നല്ലോ. അമ്മച്ചി ആരെ വിളിച്ചേ എന്ന് അന്വേഷിച്ചുകൊണ്ട് അടുക്കളയുണ്ടായിരുന്ന ജെന്നിഫർ അങ്ങോട്ടേക്ക് വന്നു. കണ്ണീർ വാർക്കുന്ന അമ്മയെ കണ്ട് ജെന്നിഫർ സംഭവം ആരാഞ്ഞു. ആരാ അമ്മച്ചി?
കോളേജിൽ നിന്ന് മാത്രം മോളെ വിളിച്ച് എൻ്റെ ഒഴിവിലേക്ക് വേറൊരാളെ ജോലിക്കെടുക്കുന്നെന്ന് പറയാൻ. അമ്മച്ചിക്ക് പകരം കോളേജിൽ ഞാൻ ജോലിക്ക് പോവാം, ആരെയും വെക്കണമെന്ന് പറയാം അമ്മച്ചി. അയ്യോ, എൻ്റെ മോളെന്തേ ഈ പറയുന്നത്? ഇത്രയും നാളെ നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച തൂപ്പി ജോലിക്ക് അയക്കാൻ വേണ്ടിയാണോ? അമ്മച്ചി ചെയ്യുന്ന ജോലിക്ക് എന്താ കുഴപ്പം? ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ട് അതിൻ്റെ ജോലിയൊക്കെ വേറെ പിന്നീട് കിട്ടുമല്ലോ. ഈ ജോലി ഇതൊക്കെ ആവശ്യമുണ്ടാണല്ലോ അമ്മച്ചി. നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞു തന്നെ പഠിപ്പിച്ചൊക്കെ. എനിക്കൊരു കുറച്ചിലുമില്ല, ആ ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ അമ്മച്ചി മടിക്കാ പ്രിൻസിപ്പളിനെ വിളിച്ച് പറയും നാളെ ഞാൻ ജോലിക്ക് ചെല്ലാന്ന്. അതൊന്നും വേണ്ട ജിനി മോളെ, അമ്മയുടെ ആ ജോലി പൊക്കോട്ടെ, സാരമില്ല. ബി.എഡ് പഠിച്ച തൻ്റെ മോളെ ഈ ഒരു ജോലിക്ക് വിടില്ലെന്നായിരുന്നു ആ അമ്മച്ചിയുടെ തീരുമാനം. പക്ഷേ ജെന്നിഫർ വിട്ടില്ല. അമ്മയെ കൊണ്ട് അവൾ തനിക്ക് പകരം നാളെ കോളേജിലേക്ക് ഒരാൾ ജോലിക്ക് വരുമെന്ന് പ്രിൻസിപ്പലിനെ വിളിച്ച് പറയിപ്പിച്ചു. പിറ്റേന്ന് ജെന്നിഫർ അമ്മയുടെ എതിർപ്പൊന്നും വാക്കാതെ തൂബ് ജോലിക്കായി കോളേജിലേക്ക് ഇറങ്ങി. റോസമ്മയ്ക്ക് പകരം ജോലിക്ക് വന്ന ആളെ കണ്ട് പ്രിൻസിപ്പൽ ഞെട്ടി. ജെന്നിഫർ, നീയാണ് അമ്മയ്ക്ക് പകരം വന്ന്? അതെ മേം, എന്താ? ഏയ് ഒന്നുമില്ല. പഠിച്ചതിൻ്റെ അഹങ്കാരമോ അപർഷതാബോധം ഇല്ലാത്ത നിന്നെപ്പോലുള്ള കുട്ടികളാണ് നാടിന് വേണ്ടത്. നിന്റെ അമ്മയുടെ റിസൾട്ട് വന്നാലുടനെ നിന്നെ ഇവിടേക്ക് ജോലിക്ക് എടുക്കാനൊക്കെയായിരുന്നു ഞാൻ. റിസൾട്ട് പറ്റേ വേണം, അപ്പോൾ നോക്കാം അല്ലേ? ശരി, നീ ഇപ്പോൾ ജോലി തുടങ്ങിക്കോളൂ. വൃത്തികേടായി കിടക്കുന്ന ക്ലാസ് റൂമുകൾ ഓരോന്നും ജെന്നിഫർ അടിച്ചു വാരി. അമ്മ വരാത്ത ദിവസങ്ങൾ വീണ കരിയലുകളും മറ്റും അവൾ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് അടിച്ച് വൃത്തിയാക്കി. തൂബ് ജോലിക്ക് വന്ന പുതിയ സുന്ദരി കൊച്ചിനെ കണ്ട് ചില ബിരുദന്മാർ പിന്നാലെ കൂടി. അതെ, പുതിയ അപ്പോയിൻമെന്റ് ആണോ? അവരിൽ ഒരുവൻ അവളോട് ചോദിച്ചു. ഏയ് അല്ല, ഞാൻ റോസമ്മയുടെ മകളാ. അമ്മച്ചിക്ക് വയ്യാക്കി അതിനാൽ പകരം വന്നാ. ചേച്ചി വന്നാ അതിനിങ്ങോട്ട്, വേറൊരുത്തം പറഞ്ഞു. ജെന്നിഫറിന്റെ ചുറ്റും ആൺപിള്ളേരെ കണ്ടപ്പോൾ പ്രിൻസിപ്പൽ മാർഗറ്റ് മേടം കൊണ്ട് നടന്നു വന്നു. പ്രിൻസിപ്പൾ വരുന്ന കണ്ടപ്പോൾ എല്ലാവരും മുങ്ങി. നല്ല വിളഞ്ഞ വിത്തുകളാ, തൂപ്പ് ജോലിക്കാരെയാണെന്ന് കരുതി കൂടുതൽ ഉണ്ടാക്കാൻ വരും അവര്, ഒന്ന് ശ്രദ്ധിക്കണം. ജെന്നിഫർ അത് കേട്ട് ചിരിച്ചു. ജെന്നിഫർ ഓടി നടന്ന് അമ്മ ചെയ്യേണ്ട കോളേജിൽ ഓരോരോ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. ചെറുപ്പക്കാരനായ പ്രൊഫസർ സെബാൻ ഇടനാളിലൂടെ നടന്ന് ക്ലാസ് റൂമിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നൊരു ഒറ്റ മനുഷ്യന്റെ അസ്ഥികൂടം തനിക്ക് നേരെ നടന്നു വരുന്നതായി തോന്നിയതല്ല, നടന്നു വരുന്നുണ്ട്. അയാൾ പേടിച്ചൊരൊറ്റ ഓട്ടം. തനിക്ക് നേരെ നടന്നു വരുന്ന ചെറുപ്പക്കാരൻ പ്രൊഫസർ തിരിഞ്ഞോടുന്ന കണ്ട് ജെന്നിഫറിന് ചിരി പൊട്ടി. ഓടുന്ന ഓട്ടത്തിൽ നിന്നും അസ്ഥികൂടം ചിരിക്കുന്ന കൂടി കേട്ടപ്പോൾ അയാൾ സകല ശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. എന്താ, എന്തു പറ്റി? എന്തിനെങ്ങനെ ഓടുന്നത്? ആ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബയോളജി പ്രൊഫസർ പ്രിയാമണി ചോദിച്ചു. ടീച്ചർ ഒരു അസ്ഥികൂടം നടന്നു വരുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അതെന്റെ ക്ലാസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ കോളേജ് സർവന്റിനോട്. അപ്പോഴാണ് പ്രൊഫസർ സെബാന് അത് കോളേജ് സ്റ്റോറിലുണ്ടായ പഠനത്തിലുള്ള അസ്ഥികൂടമാണെന്ന് മനസ്സിലായത്. ജെന്നിഫർ പൊക്കിക്കൊണ്ട് അവിടെ എത്തി. അപ്പോഴാണ് സെബാൻ ജെന്നിഫറിനെ കാണുന്നത്. ഇതിനെ കണ്ടിട്ടാണ് മാഷ് ഓടിയത്? പ്രിയാമണി പ്രൊഫസർ കളിയായിക്കൊണ്ട് ചോദിച്ചു. ചിരിയടക്കാൻ സാധിച്ചില്ല, അവൾ പൊട്ടിച്ചിരിച്ചു. പ്രൊഫസർ സെബാൻ നാണം കൊണ്ട് ചൂളിപ്പോയി. കഴുകിയ മൺപാത്രത്തിൽ കുടിവെള്ളം പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവയ്ക്കായിരുന്നു ജെന്നിഫർ. സ്റ്റാഫ് റൂമിൽ നിന്ന് ധൃതി പിടിച്ച് പുറത്തിറങ്ങി വരികയായിരുന്ന സെബാനുമായി അവൾ കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അവളുടെ കയ്യിൽ നിന്നും മൺപാത്രം താഴെ വീണ് പൊട്ടിച്ചിതറി. വെള്ളാകെ സ്റ്റാഫ് റൂമിലേക്ക് ഒഴുകിപ്പടർന്നു. സെബാൻ മാസ്റ്റർ പാനിന്റെ മുൻവശവും കാലും നനഞ്ഞു. പുള്ളിയുടെ പാനിന്റെ കീശയിലും വെള്ളം നിറഞ്ഞു. സോറി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ജെന്നിഫറിനെ കണ്ട് സെബാൻ മാഷ് അല്പം കൂളായി പറഞ്ഞു. ഏയ് സാറിൽ കുട്ടി, വിഷമിക്കണ്ട. സ്റ്റോറിൽ ഇനിയും വെള്ളം പിടിച്ചു നോക്കാൻ പാകത്തുള്ള പാത്രങ്ങളുണ്ട്, അതെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൽ പിടിച്ചോളൂ. ശരി സാർ. ലഞ്ച് ബ്രേക്കിന് പ്രിൻസിപ്പൾ മാഡം ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു. ജെന്നിഫർ, നീ കഴിക്കുന്നില്ലേ? ഭക്ഷണം കൊണ്ടുവന്നിരുന്നോ? ഞാൻ കൊണ്ടുവന്നിരുന്നു മാഡം, പിന്നെ കഴിച്ചോളാം. എങ്കിൽ പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യുമോ ജെനി? അവിടെ കോളേജ് ക്യാൻറ്റീനിൽ കുമാരൻ്റെ മീൻകറി തയ്യാറായി കാണാം. എൻ്റെ പങ്ക് അവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും, നീ അന്ന് എടുത്തുകൊണ്ട് വരുമോ? അതിനെന്താ മേഡം, ഞാൻ കൊണ്ടുതരാം. മേഡം ഓർത്തു, റോസമ്മയെ പോലെ തന്നെ ഉത്സാഹവതിയാണ്. ക്യാൻറ്റീനിൽ നിന്ന് കുമാരൻ കൊടുത്തുവിട്ട മീൻകറിയുമായി ജെന്നിഫർ ഓഫീസ് റൂമിലേക്ക് വരികയായിരുന്നു. ചൂടുള്ളതുകൊണ്ട് തൂക്കുപാത്രത്തിന്റെ ഹാൻഡിൽ തൂക്കി പിടിച്ച നിലയിലായിരുന്നു ജെന്നിഫർ നടന്നു വന്നത്. അതേസമയം ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന സെബാൻ മാഷുമായി ജെന്നിഫർ വീണ്ടും കൂട്ടിയിടിച്ചു. ചൂടുള്ള മീൻകറി പാത്രം മാഷിന്റെ പാനിന്റെ മുൻവശത്തേക്ക് അടപ്പ് തുറന്ന് മറിഞ്ഞു വീണു. അടുപ്പിലെ തിളച്ച പാത്രത്തിൽ നിന്ന് കോരിയെടുത്ത കറിയായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പൊള്ളിയ സെബാൻ മാഷ് ഇരു കൈകളും കൊണ്ട് തന്റെ പാനിന് മുൻവശം തടവി നിലവിളിച്ചുകൊണ്ട് ഓടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.